കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്ന പരിഹാസവുമായി മുതിർന്ന ബി നേതാവ് കുമ്മനം രാജശേഖരൻ. അമേഠിയിൽ സ്മൃതി ഇറാനിയോട് തോൽക്കുമെന്ന് ഭയന്നാണ് രാഹുൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ ആലോചിക്കുന്നതെന്ന് കുമ്മനം പരിഹസിച്ചു. CPM-നെ സംബന്ധിച്ച് നയം വ്യക്തമാക്കേണ്ട സമയമാണ്. CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്നാണ് ചില CPM നേതാക്കൾ പറയുന്നത്. എങ്കിൽ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുലിനെ പിന്തുണയ്ക്കുമോ എന്ന് CPM വ്യക്തമാക്കണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു. CPM-ന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം BJP-യെ തോൽപ്പിക്കലാണ്. BJP-യെ തോൽപ്പിക്കുക മാത്രമാണെന്ന് പറയുമ്പോൾ വയനാട്ടിൽ ആരാണ് ജയിക്കേണ്ടതെന്ന് കൂടി CPM വ്യക്തമാക്കണം. മുഖ്യ എതിരാളി BJP ആകുകയും CPM കുറച്ചു മാത്രമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ചിത്രം വ്യക്തമാക്കണമെന്നും കുമ്മനം പറഞ്ഞു. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുന്ന കാര്യത്തിൽ സ്ഥിരീകരണമായില്ല. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ അനുകൂല സൂചനകൾ ലഭിച്ചെന്ന് കേരളത്തിലെ നേതാക്കൾ അറിയിച്ചെങ്കിലും കേന്ദ്ര നേതൃത്വം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അന്തിമ തീരുമാനം നാളെ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമാവുമെന്നും സുർജേവാല പറയുന്നു. വയനാട്ടിൽ രാഹുൽ മത്സരിക്കണമെന്ന് സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറെ താല്പര്യത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് കോൺഗ്രസ് വക്താവ് വ്യക്തമാക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷനോട് പ്രകടിപ്പിക്കുന്ന ഈ താല്പര്യത്തിൽ നന്ദിയുണ്ട്. ജനങ്ങളുടെ ആ വികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാവും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിക്കുക. രാഹുലിന്റെ തീരുമാനം അനുകൂലമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുർജേവാല വ്യക്തമാക്കി. വയനാട്ടിൽ രാഹുൽ മത്സരിക്കുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചില മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് മുല്ലപ്പള്ളി ഇക്കാര്യം വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുമെന്നും വാർത്ത വന്നു. എന്നാൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ട മുല്ലപ്പള്ളി വിവരങ്ങൾ നാളെ പറയാമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. രാഹുലിനോട് സ്ഥാനാർത്ഥിയാവാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അനുകൂല തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അറിയിച്ചത്. ഘടകകക്ഷി നേതാക്കളും സമാനമായ പ്രതികരണം നടത്തിയിരുന്നു. അതേസമയം അനിശ്ചിതത്വത്തിനൊടുവിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയാണ് ആദ്യം പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നതോടെ BJP കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. MD രമേശ്, അൽഫോൻസ് കണ്ണന്താനം തുടങ്ങിയവരും പത്തനംതിട്ടയ്ക്കായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.